CPA കോളേജ് അതിൻ്റെ ബിരുദദാന ചടങ്ങ് നടക്കുകയാണ്. ഒരു പ്രൗഢഗംഭീരമായൊരു ചടങ്ങാണ്. വളരെ വലിയ ചടങ്ങ് നടക്കുകയാണ്. നമ്മൾ ഈ പാരമ്പര്യ സ്റ്റൈലിൽ നിന്ന് മാറേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാനും 2-3 കോളേജിൽ പ്രിൻസിപ്പളായ രീതിയിൽ തന്നെ അന്ന് മുതൽ ഞാൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നോവൽ മെത്തേഡാണ് ഈ കോളേജിന്. അത് ഇവിടെ അവർക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഇവർക്ക് അയാട്ട ഉണ്ട്, ലോജിസ്റ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് CMA പഠിപ്പിക്കുന്ന, ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും പഠിച്ച് അവർ നേരെ പുറത്തേക്ക് വിടാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ആളുകൾ വരുന്നതും ഇത് വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ 10 വർഷമായി 12 വർഷമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊരു 3 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത്. അപ്പോൾ ഞാനിവിടെ ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയാണ് തുടക്കം മുതലേ, പക്ഷേ പ്രിൻസിപ്പളായി വന്നത് 4 വർഷമായിട്ടുള്ളൂ. അത് നമ്മൾ കോവിഡിന് ശേഷം. അപ്പോൾ അതിനുശേഷം നമ്മൾ പലയിടത്തൊക്കെ പോയി, ജോർദാനിൽ അവിടെയൊക്കെ സന്ദർശിച്ചു. അപ്പോൾ അവിടേക്കുള്ള നമ്മളെ ഒരു റെപ്ലിക്കയാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. കോളേജിൻ്റെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് തന്നെ അങ്ങനെയുള്ള ഒരു രീതിയാണുള്ളത്. സാറിൻ്റെ കയ്യൊപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു പരിചയസമ്പന്നത തന്നെയാണ് ഈ CPA കോളേജിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് പറയാം. ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏതെല്ലാം കോഴ്സുകളാണ്, എങ്ങനെയാണ് കുട്ടികളുടെയൊക്കെ ഒരു നമുക്കറിയാം ഇപ്പോൾ ബിരുദദാന ചടങ്ങ് നടക്കുകയാണ്, കുറേ കുട്ടികൾക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. എങ്ങനെയാണ് ഇവിടെ വന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെയൊക്കെ ഒരു രക്ഷിതാക്കളൊക്കെ എന്താണ് പറയാറുള്ളത്? കുട്ടികൾ വെൽ പ്ലേസ്ഡ് ആണ് പൊതുവേ. അവരിപ്പോൾ ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവർ അധികം യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കോളേജുകളും അവർ വരുന്നുണ്ട്. അവർ ദേ ആർ സാറ്റിസ്ഫൈഡ് ബിക്കോസ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇത് കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളൊക്കെയാണ് നമുക്കൊരു പ്രതിബന്ധമായിട്ട് വരാറുള്ളത്. പക്ഷേ നമ്മളതിനെ ശരിയായ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അഫിലിയേഷൻ ഈ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ തയ്യാറാവണം. അപ്പോൾ ഈ പുതിയ ഒരു രേഖയ്ക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാക്കൽറ്റി സംവിധാനത്തോടൊപ്പം പോകാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ മാക്സിമം തരണം ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളും പിന്നെ മറ്റ് ഏതൊക്കെ പ്രത്യേകിച്ച് ഇവിടെ കാര്യമായിട്ട് നമ്മൾ സയൻസാണുള്ളത്. ഈ സയൻസിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുപോലെ ഇവിടെ സൈക്കോളജി ഉണ്ട്, പിന്നെ ഫുഡ് ടെക്നോളജി ഉണ്ട്, ബോട്ടണി, സുവോളജി, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് സയൻസ് ഉള്ളത്. പിന്നെ കൊമേഴ്സ് സാധാരണ ഉള്ളതുപോലെ ഫിനാൻസ് ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. പിന്നെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്ന ഒന്ന് ടൂറിസമാണ്. കാരണം ഇന്ന് വളർന്നു വരുന്ന ഒരു ശാഖയാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി BTTM എന്ന കോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ PG ലെവലിൽ MSc ബോട്ടണിയാണ് നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് കോഴ്സായിട്ടുള്ളത്. ഏറ്റവും നല്ല പ്രോഗ്രാമായിട്ട് അത് നടത്തുന്നുണ്ട്. അതിന് പുറമെ കോമേഴ്സ് MCom ഉണ്ട്, പിന്നെ MA ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സാറ് വളാഞ്ചേരി MESൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഒപ്പം ആർട്സ് കോളേജ് പെരിന്തൽമണ്ണ MESൽ ചേരുന്നു. പിന്നീട് CPA കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ ഫുൾ ടൈം സാറിന് സേവനം ഇപ്പോൾ CPA കോളേജിൽ? എനിക്ക് ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് പല പരിപാടികളുള്ളതുകൊണ്ട് കുറച്ച് രാഷ്ട്രീയമുണ്ട്, അതുപോലെ സാംസ്കാരിക പ്രവർത്തനമുണ്ട്, പിന്നെ നമ്മളെ മോയിൻകുട്ടി വൈദ്യൻ്റെ മാപ്പിള കലാ അക്കാദമി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പൊതു സംവിധാനമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സമയം എവിടെയും പാഴാക്കാറില്ല. അതിനിടയ്ക്ക് ഞാൻ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ എത്രമാത്രം ഗ്യാരണ്ടി ലൈഫിനുണ്ട്, ആ ഗ്യാരണ്ടി അനുസരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രം. സാറിൻ്റെ ഒരു പരിചയസമ്പന്നത ഏറെ വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളിലാണെങ്കിലും, അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഒരു പക്ഷേ രക്ഷിതാക്കളൊക്കെ അതും മാതൃകയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാൻ തന്നെ ആയിരിക്കും കുട്ടികൾ ഒരു പക്ഷേ ഇങ്ങോട്ടൊക്കെ വിടുക. സാറിനെ പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അതിലൊക്കെ അഭിമാനം തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. കാരണം ഇത്രയും ഒരു സ്റ്റുഡൻസ്, ഒരു വലിയൊരു സമൂഹം ഒപ്പമുണ്ട്. പിന്നെ നമ്മൾ അവരെ സ്കിൽഡ് ആക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന പ്രവൃത്തി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് പിള്ളേരെ സജ്ജാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് വിടുകയാണ്. പുതിയ അധ്യയന വർഷം വരികയാണ്. എന്താണ് കുട്ടികളോടൊക്കെ പറയാനുള്ളത്? കുട്ടികളോട് നിങ്ങൾ അന്വേഷിക്കുക ഈ കോളേജ് എങ്ങനെയാണ്, ഇവിടെ പഠിക്കുന്നതിനുള്ള സൗകര്യം എന്തൊക്കെയാണ്, മറ്റ് കോഴ്സുകൾ എന്താണ്, അവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ കോളേജ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അവിടെ അടിപിടിയുണ്ടോ, അവിടെ സമരങ്ങളുണ്ടോ എന്നല്ലല്ലോ. അപ്പോൾ അവരത് രക്ഷിതാക്കളും കുട്ടികളും അന്വേഷിക്കട്ടെ. എന്നിട്ട് ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് എന്നിട്ട് അവർ തിരഞ്ഞെടുക്കട്ടെ, അത്ര പറയാനുള്ളൂ. ഇന്നത്തെ ചടങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സത്യത്തിൽ ഈ നമ്മളൊരു കോൺവെക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരിക്കലും ഇത് നടത്താറില്ല.
ഇത് സത്യത്തിൽ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. ഇതോടുകൂടി ഇപ്പോൾ മറ്റു പല കോളേജുകളും അത് അനുകരിക്കുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ 4 വർഷമായി ഈ കോൺവെക്കേഷൻ പ്രോഗ്രാം നടത്തുന്നു. അത് വളരെ നമ്മൾ നിലവാരത്തിൽ തന്നെ നടത്തുന്നത്, വെറുതെ പേരിന് ഒപ്പിച്ചു കൊടുക്കുകയല്ല. ഫോറിൻ ഡെലിഗേറ്റ്സാണ് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ളൊരു സന്ധി ഉള്ളത് കൊണ്ട് കുട്ടികളെ നമ്മൾ പുറത്തേക്ക് യൂറോപ്പിലേക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കും പറഞ്ഞേക്കാനുള്ള ഒരു ചാനൽ കൂടി നമുക്ക് തുറന്ന് കിട്ടുന്നുണ്ട്. ജനീവ എന്ന അതുമായി ബന്ധപ്പെടുന്ന ഒരു കരാർ ഒപ്പുവയ്ക്കുന്ന എന്തൊക്കെ സംഭവങ്ങൾ? അത് ജനീവ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ്, അതിരുകളില്ലാത്ത വിദ്യാഭ്യാസ പ്രവർത്തനം എന്നാണ്. അപ്പോൾ അതോടുകൂടി ഒപ്പുവെക്കുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ആക്സസ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പല ഏജൻസികളുടെ സഹായത്തോടു കൂടിയൊക്കെയാണല്ലോ. പക്ഷേ ഇതിന് അവർ വലിയൊരു വഴി നമുക്ക് തുറന്നിട്ട് തരികയാണ്. കാരണം അവിടുത്തെ സ്റ്റേറ്റ് കോളേജസ് ഉണ്ട്, അവിടെയൊക്കെ വളരെ കുറച്ച് പൈസ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ ഒന്നുകൂടി നമുക്ക് ആക്സസ് കിട്ടാനുള്ള ഒരു സംരംഭമാണിത്. ഈ ഒരു ഞങ്ങൾ ഇന്ന് ഒപ്പുവെക്കുന്ന ഈ ഒരു MOU ഒപ്പുവെക്കുന്നത് അതിൻ്റെ ഭാഗമാണ്. 12 വർഷമായി ആദ്യഘട്ടത്തിലൊന്നും ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ വളർച്ച വലുത് തന്നെയാണ്. അതിലേക്കൊരു നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ അതിലേക്ക് വരാൻ? തീർച്ചയായിട്ടും നമ്മളിങ്ങനെ എല്ലായിടത്തുള്ള സ്ഥാപനങ്ങൾ കാണും, പല രാജ്യങ്ങളും സന്ദർശിക്കും. എന്താണ് നമുക്ക് ഇംബൈബ് ചെയ്യാനുള്ളത്, അവിടത്തേക്ക് നമ്മൾ എന്താ അങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണു പോകും. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് എത്ര കുട്ടികളാണ് പുറത്തിറങ്ങുന്നത്? ഇന്ന് നമുക്ക് 265 കുട്ടികളാണ് ഇന്ന് പുറത്ത് വരുന്നത് വിവിധ ഡിഗ്രികളിൽ നിന്ന്. അതുപോലെ പിന്നെ PG ഇന്ന് പുറത്ത് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. അവർക്കാണ് നമ്മളിന്ന് ഇത് കൊടുക്കുന്നത്. അതെ അവരുടെ രക്ഷിതാക്കളുണ്ട്, പിന്നെ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാകാം. അവർ ഒന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെത്തുന്ന അവർക്ക് നമ്മൾ ഗൗണുകളൊക്കെ വാങ്ങിയിട്ട് ഗൗണുകൾ കൊടുക്കും. പിന്നെ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് ആരിഫ്, അദ്ദേഹം ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലിൻ്റെ ഒരു ഭാഗമാണ്. ഈസ് ഫ്രം ഈജിപ്റ്റ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം UAE-യിലാണ്. UK ആയിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹമാണ് ശരിക്കും ഞങ്ങളിതിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ച് ഈ പുതിയ രീതികൾ ആവിഷ്കരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത്. കുട്ടികളൊക്കെ ഇന്ന് മാറി, പഴയതിൽ നിന്നൊക്കെ അവർ തന്നെ സ്വയം കുട്ടികളൊക്കെ സ്വയം ഇന്ന് അവരുടെ വിദ്യാഭ്യാസം കണ്ടെത്തുകയും ഒപ്പം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി വിദ്യാഭ്യാസം നേടുക. അപ്പോൾ ആ ഒരു സെലക്ഷനൊക്കെ വരുമ്പോൾ CPA കോളേജിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് കുട്ടികൾക്ക് ഈ കോളേജ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവിടുന്ന് പഠിച്ച് അവർക്ക് ജോലി കിട്ടാവുന്നൊക്കെ സാധാരണ കുട്ടികൾ ആഗ്രഹിക്കാറില്ല. കുറച്ച് വിലസാൻ വേണ്ടി കോളേജിൽ പോവുക, അതിവിടെ ഇല്ല. ഇവിടെ വിലസുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഭാവിക്ക് ഗുണകരമായ തരത്തിലാണ്. പിന്നെ ഈ രാഷ്ട്രീയമൊക്കെ പുറത്ത് ഉണ്ടാവുമെന്നല്ലാതെ, കാരണം ഇപ്പോൾ പഠിക്കുന്ന ടൈമാണല്ലോ. നമ്മൾ രാഷ്ട്രീയത്തിനെതിരായിട്ടല്ല, പക്ഷേ അതേസമയം രാഷ്ട്രീയം വേണമെന്നുള്ളത് തന്നെ. പക്ഷേ ഇന്നത്തെ ഒരു കലുഷിതമായ രീതിയിൽ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാത്തൊരു രാഷ്ട്രീയ സ്ഥിതി ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യണം, അത് റിഫൈൻ ചെയ്ത് രാഷ്ട്രീയം ക്യാമ്പസിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവസാനമായി എന്താണ് പുതിയ തലമുറയോട് പറയാനുള്ളത്? നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. എഡ്യൂക്കേറ്റേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിരുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മലയാളി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിമാലയത്തിൽ പോയവരെ മലയാളി ഉണ്ടെന്നുള്ള പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ വളരണം. ദെൻ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ വരൂ, നിങ്ങളെ നിരാശ തീർക്കാൻ നമുക്ക് കഴിയും.